മൈത്രേൻ, ഈ അടുത്ത് സംസ്ഥയുടെ ഒരു നേതാവ് പറയുണ്ടായി, സ്വതന്ത്ര ചിന്താഗതി കാരണമാണ്, അത് പ്രചരണവുമാണ് മദ്യവും മയക്കുമരുന്നും ഉപയോഗത്തിനുള്ള സാധ്യത കുട്ടികളിലേക്ക് കൂടി വരുന്നത്. ഇതിനെ എങ്ങനെയാണ്, ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമുക്കറിയുന്ന ആത്മീയ അന്വേഷണക്കാർ മുഴുവൻ തുടങ്ങി വെച്ചതാണ്. ലോകത്ത് എവിടെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും എല്ലാ ഗോത്രങ്ങളും ഉപയോഗിച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെങ്കിലും നേരിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭൂതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ കഴിയുമോ അത് മുഴുവൻ അന്വേഷിച്ചിരുന്നത് ഈ ആത്മീയവാദികളായി, അല്ലാതെ വേറെ ആരുമല്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പോഴെങ്ങാണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമൊന്നും അല്ലല്ലോ. ഈ ലോകത്ത് മദ്യം ഉണ്ടാക്കി കഴിച്ചിരുന്നത് അത് ഇന്ത്യക്കാരനാണെന്നുണ്ടെങ്കിൽ സോമരസം എന്ന് പറഞ്ഞ് ഊനഷത്തിന്റെ കാലത്ത് തൊട്ട് ഞാൻ വേദത്തിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. അത് ഭയങ്കര പ്രചാരത്തോടെ കുടിക്കാനും അത് വളരെ റിച്വലൈസ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ വളരെ റിച്വൽ, അതിന്റെ തുടർച്ചയിലാണ് നമ്മളിപ്പോ ഈ ഹോളി ആഘോഷമൊക്കെ വടക്കേ ഇന്ത്യയിൽ നടത്തുന്ന സമയത്ത് ആ ആഘോഷത്തിനോട് ഭാഗമായിട്ട് ഈ കറുപ്പ് ചെടി അതിന്റെ കായും എല്ലാം കൂടെ അരച്ച് പാലിനകത്ത് കലക്കി ഭാങ്ക് എന്ന് പറഞ്ഞ സാധനം മുഴുവൻ ആൾക്കാരും കുടിക്കുന്നതാണ്. പിന്നെ മദ്യം ഉപയോഗിക്കും, മദ്യം എന്ന് പറയുന്ന മയക്കുമരുന്നല്ലെന്ന് പറയുന്ന ഒരു തമാശയുണ്ട്. മദ്യവും മയക്കുമരുന്നും എന്നാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഡ്രഗ് എന്ന് പറഞ്ഞ് ലോകത്ത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതിൽ 4ാമത്തെ സ്ഥാനമുള്ളതാണ് മദ്യം. അത് മയക്കുമരുന്നല്ല. ഭയങ്കര ഒരു തമാശയില്ലേ, നമുക്ക് തോന്നില്ലേ? ഈ മദ്യം കഴിക്കുക എന്ന് പറയുന്നത് എന്താണ്, ആഠ്യത്വവും മറ്റേത് നീചത്വവും ആയിട്ടൊക്കെ കാണുന്ന യുക്തികളാണ് ഈ പറയുന്ന കാര്യങ്ങളുമുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ മാടക്കടയിലും കഞ്ചാവ് കിട്ടുമായിരുന്നു. അന്നൊന്നും ആരെങ്കിലും എന്താണ് യുക്തിവാദികളെ ഈ നാട് മുഴുവനും എനിക്കറിയാവുന്ന കാലത്തൊട്ട് സൗദർൺ ടൈപ്പിന്റെ കാലം തൊട്ട് എന്തായാലും യുക്തിവാദികൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്നൊക്കെ അവരാരെങ്കിലും പറഞ്ഞിട്ടായിരുന്നു ഈ മാടക്കടയിലെല്ലാം ഇതെല്ലാം വിറ്റിരുന്നത്. ഇതൊക്കെ നമ്മൾ ഈ പറയുന്നത് എന്തെങ്കിലും പറഞ്ഞ് മനുഷ്യൻ സ്വതന്ത്രമായി ചിന്തിക്കുന്നതിന് വിരുദ്ധമായി അവരെ എല്ലാം ഭരിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന കാശ് അടിച്ചു മാറ്റണമെന്ന് ആലോചിക്കുന്ന ഈ എന്താണ് ആത്മീയ വിശ്വാസക്കാരുടെ ലോകത്തു എന്ന് പറയുന്ന ഉത്തരങ്ങൾ എന്നുള്ളതല്ലാതെ വല്ല അർത്ഥമുണ്ടോ ഇതിനൊക്കെ? നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കി. ലോകത്ത് എല്ലാ ഇന്ദ്രിയങ്ങളും ഒക്കെ വെച്ച് ലോകത്തിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നതിന് പകരം ഈ ലോകത്തു നിന്ന് തന്നെ രക്ഷപ്പെടണമെന്നും അതിനെ മാറ്റി വേറെ തരത്തിൽ മനസ്സിനെ മനസ്സിലാക്കണമെന്നും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഈ ഏത് ഭാവത്തിൽ പറഞ്ഞാലും ഈ ആത്മീയവാദികൾ എന്ന് പറയുന്നവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനവരെന്തും ചെയ്യും. കണ്ണടച്ചിരിക്കുക, മൂക്കിനകത്തോടെ ശ്വാസം എടുത്ത് ഒരു മൂക്കിക്കൂടെ എടുത്ത് പുറത്തോട്ട് വിടുക. ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന ഈ ബ്രെയിനിന് എന്തെല്ലാം കുഴപ്പമുണ്ടാക്കാവോ അത് മുഴുവൻ അവർ ചെയ്തു. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ധ്യാനം പോലും നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ചു നേരം ശാന്തമായി ഇരിക്കുന്നതിന് സഹായിക്കുന്നതിന് അപ്പുറത്തോട്ട് അതിനകത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ മനുഷ്യരെ ആലോചിച്ച് എന്തെല്ലാം തരത്തിൽ, കാരണം ഈ ലോകത്തുനിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി പഠിപ്പിക്കുന്ന സിദ്ധാന്തത്തിന് വേണ്ടി എന്തും ചെയ്തിരുന്ന ഒരു വിഭാഗമാണ് ഈ ആത്മീയവാദികൾ. അത് ലോകത്ത് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു മതം മാത്രമല്ല, ആത്മീയതയുടെ പേരും പറഞ്ഞ് ഈ കസർത്തുകൾ മുഴുവനും മനസ്സിനെ ഏതെല്ലാം നിലവാരത്തിൽ നേരിട്ടുള്ള ഈ ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് ഇന്ദ്രിയങ്ങളിലൂടെ ലോകത്തിനെ മനസ്സിലാക്കാനുള്ള സ്ഥലം മുഴുവനും ഇടപെട്ട് നശിപ്പിച്ച് അതിനെ ഏതെങ്കിലും തരത്തിൽ അതീന്ദ്രിയമായ അനുഭവങ്ങൾ എന്ന ഇന്ദ്രിയങ്ങൾക്ക് പുറത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് മുഴുവൻ ഈ ആത്മീയവാദികളാണ്. അത് ശ്വാസം പിടിച്ചു നിർത്തി തലയ്ക്കകത്ത് കാർബൺ ഡൈഓക്സൈഡ് കൂറ്റി കുഴപ്പമുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കും. അല്ലെന്നുണ്ടെങ്കിൽ വട്ടം ചുറ്റി ഇങ്ങനെ ഈ ചെവിക്കകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ബാലൻസ് ഉണ്ട്, അത് കംപ്ലീറ്റ് തെറ്റിയിട്ട് തല കറങ്ങി വേറെ ലോകത്തെത്തിച്ചേരുന്ന അനുഭവം ഉണ്ടാക്കിയെടുക്കും. ഇതിനല്ല ഈ തരത്തിലുള്ള ശാരീരിക പീഡനങ്ങൾ മുഴുവനും നമുക്കറിയാവുന്ന പുറത്തടിച്ചും
ശരീരം മുഴുവൻ നശിപ്പിച്ചും ഗരുഡം തൂക്കം എന്ന് പറഞ്ഞ സാധനങ്ങൾ ചെയ്യും, വാള് കൊണ്ട് പുറം വെട്ടുക. എന്താ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്ക്. ശരീരത്തിനെ ഇത്രയധികം ദ്രോഹം ചെയ്തിട്ടുള്ള ഒരൊറ്റ പണി ഈ ആത്മീയതയുടെ പേരും പറഞ്ഞ് അത് മതത്തിന്റെ ചടങ്ങുകളായിട്ട് ചെയ്യുന്നത് മുഴുവൻ ചെയ്തിരുന്ന മനുഷ്യരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് സാമാന്യനെ ഈ സകല അമ്പലത്തിന്റെയും പള്ളിയുടെയും മുന്നേ കിടന്ന് തലയറഞ്ഞ് ചെവിയേല പിടിച്ചിട്ട് മുമ്മേള ചാടുക, ഇതൊക്കെ ഇത്തരത്തിലുള്ള നമ്മൾ കോപ്പിരാട്ടികളെന്ന് നമുക്ക് പറയാവുന്ന മുഴുവൻ ചെയ്തിരുന്ന മനുഷ്യരെയാണ്. എന്നിട്ട് വടി കൊണ്ട് അടിച്ച് പ്രേതബാധ ഇറക്കിക്കൊണ്ടിരുന്ന പാർട്ടികളല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ ശരീരത്തിനകത്ത് ഒരു ജീവനുണ്ടെന്നും ആ ജീവൻ പുറത്തിറങ്ങിപ്പോയി ഒറ്റയ്ക്ക് നടക്കുമെന്നും അത് കഴിഞ്ഞ് വേറെ ചിലരുടെ ദേഹത്ത് കയറുമെന്ന് വരെ പഠിപ്പിച്ച് എന്തെല്ലാം തരത്തിലുള്ള ശാരീരിക പീഡനം ചെയ്യുന്ന മനുഷ്യരല്ലേ ഈ പറയുന്നത്. നിങ്ങളിതൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ആത്മീയത എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ മതവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞോ പീഡനങ്ങളാണ് ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇപ്പൊ കുരിശിന്റെ പേരും പറഞ്ഞ് കുരിശും എടുത്ത് തോളെ വെച്ചിട്ട് തലയിൽ ഇതും വെച്ച് ശരീരത്തിൽ ചാട്ടാവാറ് കൊണ്ട് അടിച്ച് നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത പീഡനങ്ങളും ഭ്രാന്ത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കാൻ എന്തെല്ലാം കഴിയുമോ അത് മുഴുവൻ ചെയ്തെടുക്കുന്ന പണികളാണ് ഈ അമ്പലത്തിലും പള്ളിയിലും മുഴുവൻ ചെയ്തിട്ടുള്ളത്. അത് മുഴുവൻ ചെയ്തിരുന്ന ആളുകൾ അവര് തിന്നിരുന്ന സാധനങ്ങളാണ് നമ്മൾ ഈ പറയുന്ന മയക്കുമരുന്നുകൾ മുഴുവൻ. അറിയുന്ന സകല സന്യാസികൾ, നമ്മൾ ഈ സൂഫികൾ എന്നൊക്കെ പറയുന്നത് മുഴുവൻ ഇതുപോലുള്ള 1000 സാധനം തിന്നുവര്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് നേരിട്ട് ലോകത്തിനെ എന്ന് പറഞ്ഞാൽ വളരെ സ്വച്ഛമായിരിക്കുന്ന മനസ്സും കാര്യങ്ങളുമായിട്ട് ലോകത്തിനെ അറിയാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഈ ഇന്ദ്രിയങ്ങളെ മുഴുവനും ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിച്ചിട്ടുള്ളവരാണ് സകല ആത്മീയവാദികൾ. ഇരുട്ടത്ത് കുത്തിയിരിക്കുക, ഞാൻ സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ശിക്ഷിക്കത്തില്ലേ ജയിലിലൊക്കെ, അത് മുഴുവൻ ചെയ്യത്തില്ലേ ഗുഹയിലൊക്കെ പോയിരുന്നിട്ട്. എന്നിട്ട് മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നതിനെയാണ് ആത്മീയ അനുഭവം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നത്. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ളത്, ഇത്രയധികം മനസ്സിനെ പീഡിപ്പിച്ച മറ്റൊരു ലോകമില്ല. ലോകത്ത് മനുഷ്യൻ സ്പെഷ്യൽ ആണെന്ന് പഠിപ്പിച്ച് ജീവികളെ അല്ല നമ്മൾ സ്പെഷ്യലായിട്ട് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഓരോന്ന് കാണിക്കാൻ, ഇവിടെ രക്ഷപ്പെടാൻ. അതാണ് എൻ്റെ ഏറ്റവും വലിയ രസം. സ്വർഗത്തിൽ എത്തിച്ചേരാനാണല്ലോ, ഇത് ലോകത്ത് ജീവിക്കാനല്ല. ഇങ്ങനെ പഠിപ്പിച്ചിരുന്ന ഈ ശരിക്കും പറഞ്ഞ ഈ കഴുതകളുടെ ഫിലോസഫികൾ കാരണം നമ്മൾ ജീവിക്കാൻ വയ്യാത്ത നിലവാരത്തിലാക്കി കളഞ്ഞിട്ടുള്ള ഒരു ലോകമാണ്. ശാസ്ത്രീയമായ ലോകത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് മനുഷ്യർക്ക് സമ്പത്ത് ഉണ്ടാകുന്നത് തന്നെ. ഇത്രയധികം ജനങ്ങൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാലം മനുഷ്യകുലത്തിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലാനായിട്ട് തന്നെ ഈ വിശ്വാസങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കൊല്ലാനായിട്ടുള്ളത് എന്നുള്ള കാര്യം എനിക്ക് അറിയുന്ന ആളാണ്. പക്ഷെ അപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് അത് ആക്കം കൂട്ടാനല്ല. ഒരിക്കലും നമ്മൾ ഈ പറയുന്ന ഒരു സമാധാനവും ഇവർ കൊണ്ടുവന്നിട്ടൊന്നുമില്ല. ഇപ്പം നമുക്കറിയാവുന്നതിനകത്ത് സാമാന്യ തന്നെ കൊല്ലരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് ബുദ്ധൻ. ആ ബുദ്ധമതത്തിന്റെ പേരിലാണ് ശ്രീലങ്കയിലെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നത്, മയാൻമാരിലെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും സമാധാനം പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ്. അതിന്റെ പേരിലാണ് അത് കൊല്ലുന്നതെന്ന് ഓർക്കണം. ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെല്ലാം ഇന്ത്യയിലെ 10 അവതാരവും കൊല്ലാനാണ് ഉണ്ടായത്. വെട്ടാനും കൊല്ലാനും മറ്റുള്ളവരെ ദ്രോഹിക്കാനും ഒരുത്തന്റെ കൊതിയോ മറ്റൊരുത്തന്റെ കൊതിയോടെ തമ്മിലുള്ള സകല പകയ്ക്കും ആക്കം കൂട്ടാൻ വേണ്ടി സപ്ലൈ ചെയ്യുന്ന, അവര് ധ്യാനിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആയുധങ്ങളായിരുന്നു മേടിച്ചിരുന്നത്. കർണനായാലും അർജുനായാലും ശ്രീകൃഷ്ണനായാലും ശ്രീരാമനായാലും ഇതൊക്കെ ദൈവങ്ങളാണെന്ന് പറയുകയും ചെയ്യും. ആ പാർട്ടികൾ മുഴുവൻ പ്രാർത്ഥിച്ച് ഈ അതിനേക്കാളും വലിയ ദൈവത്തിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് മുഴുവൻ ആയുധങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ജനിച്ചിട്ടുള്ളത് മുഴുവൻ ദൈവം അവതരിച്ചെന്ന് ഇന്ത്യക്കാരൻ പഠിപ്പിച്ചോ ആരെങ്കിലും കൊല്ലാനല്ലാതെ അവതരിച്ചിട്ടില്ല. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ വയലൻസ് പഠിപ്പിച്ചിരുന്ന ആൾക്കാരാണ് ഈ സാധനങ്ങൾ പറയുന്നത്. ഇനി ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നമ്മൾ വിശ്വസിക്കുന്നത് തന്നെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്ന പണികളാണ് ഈ മതവിശ്വാസികൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഈ പാവം പിടിച്ച കഞ്ചാവ് വലിക്കുന്നതിനൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല. വെറുതെ നോക്കിയാൽ മതി. ഈ പാവം പിടിച്ച് കഞ്ചാവ് വലിക്കുന്നവനൊന്നും ഒരൊറ്റ ഒരുത്തിന് ഇത് ചെയ്യുന്നില്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നവര്, രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നത് ഒരുപോലെ തന്നെ മറ്റുള്ളവരെ കൊല്ലാനായിട്ട് മാത്രമാണ്. സകല വളരെ സെയിൻ എന്ന് നമ്മൾ പറയാവുന്ന ആൾക്കാരാണല്ലോ പട്ടാളത്തിൽ ചേർന്നിട്ട് മറ്റുള്ളവരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഈ പാവം പിടിച്ച കഞ്ചാവ് വലിക്കുന്നവൻ ചെയ്യുന്നുണ്ടോ? അതുമില്ല.
പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ കഞ്ചാവ് വലിക്കണോ വേണ്ട എന്നുള്ള ചർച്ചകളിൽ പോലും ലോകത്തിനെ മനസ്സിലാക്കേണ്ടത് പോലെ അല്ല ഇവന്മാരാരും മനസ്സിലാക്കി. ലോകത്തിനെ എങ്ങനെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കാമോ, ലോകത്തിനെ പറ്റി യാതൊരു ധാരണയും മനുഷ്യർക്ക് ഉണ്ടാക്കാതെ അവരെ ഈ ലോകത്ത് ജീവിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പഠിപ്പിച്ചിരുന്ന ഈ സംസ്കാരം, മതപരമായ വിശ്വാസങ്ങൾ മുഴുവനും ലോകത്തുനിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന, അതിനു വേണ്ടി മനസ്സിനെ എന്തെല്ലാം തരത്തിൽ പീഡിപ്പിക്കാൻ പറ്റുമോ അത് ഈ പറയുന്ന കഞ്ചാവ് വലിക്കുന്നിടം തൊട്ട് ശാരീരിക പീഡ വരെയുള്ള സകല പണിയും ചെയ്തിരുന്ന ആത്മീയവാദികളാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. ഇന്ന് നമുക്ക് നോക്കിയാൽ മതി, ഈ സൂഫി ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയുമ്പോൾ എന്ത് വലിയ ഗംഭീര സംഭവിക്കും, എന്തുവാണ് കിടന്ന് വട്ടം ചുറ്റി അവസാനം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ തല കറക്കം വരുമെന്ന്. ഈ തല കറങ്ങി ഈ ചെവിക്കകത്തൊരു ബാലൻസിങ് മെക്കാനിസം ഉണ്ട്, അതാണ് നമ്മളുടെ ശരീരം നേരെയാണോ നിൽക്കുന്നതെന്ന് അറിയുന്നത്. ആ തരത്തിൽ നിന്ന് പോയി എവിടെയോ എത്തിച്ചേർന്നത് പോലെ ഈ ബ്രെയിൻ മുഴുവനും മാറ്റിയെടുക്കുന്ന ഒരു പണിയാണ് അതല്ല. ഇതുപോലെ ശ്വാസം എടുക്കുന്നതിനകത്ത് പരമാവധി ഇച്ചിരി ശ്വാസം എടുക്കുക, ഇങ്ങനെയുള്ള സകല വിദ്യ ഉണ്ടാക്കി ശരീരം എങ്ങനെ ഒരു സെയിൻ എന്ന ഇംഗ്ലീഷിൽ പറയാവുന്ന സ്വച്ഛമായിരിക്കുന്ന ഒരു മനസ്സിനെ പരമാവധി അങ്ങനെ അല്ലാതാക്കാനുള്ള എന്തെല്ലാം ചെയ്യാവോ തപസ്സെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് മുഴുവനും ഇത്തരത്തിലുള്ള പീഡനങ്ങളുടേതായ ഒരു ഇതാണ്. തീയുടെ നടുവിൽ ഒറ്റക്കാലെ നിന്നെന്ന് പറഞ്ഞ കഥയുണ്ടാക്കും, 1000 വർഷം തപസ് ചെയ്യുന്നു എന്ന് പറയും, കഠിന തപസ് എന്നൊക്കെ പറഞ്ഞ് എന്ത് കാണിക്കുന്ന മുഴുവനും ഈ പീഡനത്തിന്റെ യുക്തികളാണ്. ഇത് മുഴുവൻ ചെയ്ത് മനസ്സിനെ പരമാവധി ഇല്ലാതാക്കി വശം കെടുത്തി ഉണ്ടാക്കിയെടുക്കുന്ന ഈ വിശ്വാസ പ്രമാണങ്ങളുടെ മുന്നില് ഈ എന്താണ് ഇവിടുത്തെ യുക്തിവാദികൾ പറഞ്ഞിട്ടാണ് ആളുകൾ കഞ്ചാവ് വലിക്കുന്നതെന്ന് പറയുന്നത് എത്ര അസംബന്ധമാണ്. ഈ എന്നാൽ ഒരു അമ്പലത്തിലോ പള്ളിയിലോ പോയി ഒരു കാര്യവും ഇല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആർക്കും അറിഞ്ഞൂടാത്ത എവിടെയോ നോക്കി നിലവിളിച്ചോണ്ടിരിക്കുന്ന, ബാങ്ക് വിളിച്ച് നിലവിളിച്ചോണ്ടിരിക്കുക, ആകാശത്തേക്ക് നോക്കി സംസാരിച്ചോണ്ടിരിക്കുക, കല്ലിനോട് സംസാരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കബറിൽ പോയിട്ട് ഉമ്മ വയ്ക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിദ്വാന്മാരാണ് ഈ കഥയെല്ലാം പറയുന്നത്. ഇത്രയൊന്നും ദ്രോഹമൊന്നും ലോകത്ത് വരെ ആരും ചെയ്യുന്നില്ല. വിശ്വാസത്തിന്റെ പേരിൽ വാളെടുത്ത് ലോകത്തിലുള്ള ആൾക്കാരെ മുഴുവൻ വെട്ടിക്കൊല്ലാനായിട്ട് നടക്കുന്നവരും വിശ്വാസത്തിന്റെ പേരിൽ തമ്മിലടിക്കാനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടികളാണ് ഈ ന്യായങ്ങളെല്ലാം പറയുന്നത് നമ്മൾ ഓർക്കണം. പാവം പിടിച്ചവന്റെ കയ്യിലിരിക്കുന്ന പൈസ കുണ്ടിയപ്പെട്ട് നിന്നെ പേടിപ്പിച്ച്, നിന്നെ നരകത്തിലിട്ട് ചുടും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അവന്റെ പോക്കറ്റിലിരിക്കുന്ന പൈസ അടിച്ചു മാറ്റുന്നതിന്, പണ്ടാരപ്പെട്ടിയിൽ ഇടുന്നതിനും കാണിക്കപ്പെട്ടിയിൽ ഇടുന്നതിനും വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന വിശ്വാസങ്ങളാണ് ഇന്നത് മുഴുവനും. ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. എന്തൊരു അസംബന്ധമാണ്. ഈ അടുത്ത് ഒരു സോങ് കേട്ടത്, ഒരു സൂഫി സോങ് കേട്ടതിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: ഭ്രാന്തായാൽ എന്ത് സുഖം, ഭ്രാന്തായാൽ എന്ത് സുഖം. ഒന്ന് ആലോചിക്കണം, ഭ്രാന്തിനെ സുഖമായി കാണുകയും ഭ്രാന്തിലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ആളുകള് രസം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ കഞ്ചാവ് വലിച്ചിട്ടോ അല്ലെങ്കിൽ മദ്യം കഴിച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ മനസ്സ് ആൾട്ടർ ചെയ്യാനൊന്നും അല്ല, രസിക്കാൻ തന്നെ ഉണ്ടായതാണ്. അതിന്റെ മുകളിൽ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ ആത്മീയതകൾ മുഴുവൻ. വളരെ സിമ്പിളായി മറ്റെല്ലാ ജീവികളെ പോലെ ഇവിടെ ജീവിച്ച് മരിക്കുന്ന ഒരു ജീവി മാത്രമാണ് നമ്മൾ. ഒരു സ്പെഷ്യാലിറ്റി നമുക്കില്ല. നമ്മൾ ഈ പറയുന്ന സ്പെഷ്യൽ അനുഭവങ്ങൾ എന്ന് പറയുന്നത് മുഴുവനും ഈ പറയുന്ന നേരെ ലോകത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന നമ്മുടെ കണ്ണും മൂക്കും ചെവിയും ഈ നമ്മുടെ തലച്ചോറും ബ്രെയിൻ എന്ന് പറയുന്ന സാധനവും ഇതെല്ലാം വഷളാക്കാൻ വേണ്ടി എന്തൊക്കെ സിദ്ധാന്തങ്ങൾ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും അപകടകരമായ ഒന്നും തന്നെയല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തിനാണ് ഇന്ന് നമ്മൾ ഈ കഞ്ചാവിനെ പറ്റിയും മദ്യത്തിനെ പറ്റിയും അല്ലെങ്കിൽ മറ്റു മയക്കുമരുന്നുകളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കണമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും നിലവാരത്തിൽ നമ്മുടെ ബ്രെയിനിനെ എൻഹാൻസ് ചെയ്യാൻ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ പരിപോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനകത്ത് പുത്തൻ ന്യൂറോൺസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് സത്യത്തിൽ നമ്മൾ ഈ മദ്യത്തിനെയും മയക്കുമരുന്നിനെയൊക്കെ പഠനത്തിന് വിധേയമാക്കണം എന്ന് പറയുന്നത്. അല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലത്തിൽ പോകുന്നവനായാലും ശരി, ഈ പറയുന്ന പ്രാർത്ഥന ചെയ്യുന്നവനായാലും ശരി, ഇത് തന്നെയാണ് വേറെ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അങ്ങനെ പഠിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിനകത്ത് നമ്മൾ ഇതിന്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ മദ്യവും മയക്കുമരുന്നും എന്ന് പറഞ്ഞ ഡിവിഷൻ ഞാൻ പറഞ്ഞ അത് മദ്യവും മയക്കുമരുന്നും നമ്മൾ പറയുമ്പോൾ രണ്ടില്ല. അത് മൈൻഡ് ആൾട്ടറിങ് സബ്സ്റ്റൻസ് ഇതിനാന്ന് പറഞ്ഞിട്ടുള്ളതിനെയാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത് മുഴുവനും.
അതിനകത്ത് 4ാമത്തെ സ്ഥാനമാണ് മദ്യത്തിന്. മദ്യം എന്തുകൊണ്ടാണ് ഈ മയക്കുമരുന്നെന്ന് പറയുന്നതിനകത്ത് വരാത്തത്? അതിന് വരാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് ഇവിടെ പണ്ടേ തൊട്ട് ഈ പറയുന്ന യേശു ക്രിസ്തുവിന്റെ ആൾക്കാർ തൊട്ട് സകലം മീന് കഴിക്കാൻ നടക്കുന്ന തൊട്ട് സകലം നമ്മൾ നോക്കിയാൽ മതി. ഇവിടുത്തെ സോമരസം കുടിക്കരുന്നവർ എല്ലാവരും കൂടെ ചേർന്ന് അതിന് ആഠ്യത്വം ഉണ്ടാക്കി. ഇത്രയാണ് ചെയ്തത്. ആഠ്യത്വം ഉണ്ടാക്കിയത് കാരണം കൊണ്ട് ഞങ്ങൾ പണ്ടേ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ആ വ്യവസായത്തിന് കോട്ടം തെറ്റാതെ മറ്റൊരു ഉണ്ടാകരുത്, മറ്റത് വേറൊന്നും ആളുകൾ ഉപയോഗിക്കരുതെന്ന് പറയുന്ന മദ്യ ലോബി ഉണ്ടാക്കിയ വിരോധത്തിന്റെ ലോകമാണ് നിങ്ങൾ ഈ പറയുന്നത്. അല്ലാതെ വേറൊന്നുമില്ല. വ്യവസായികളായിട്ട് ഇരിക്കുന്ന ആൾക്കാര് ഇതിനകത്ത് ഇത് എന്നാണ് ഇത് ഇത്രയും വലിയ അപകടകരമാണെന്നുള്ള നിലവാരത്തിൽ ചർച്ച തുടങ്ങിയത്? അമേരിക്കയിലെ വിയറ്റ്നാം വാർ ഉണ്ടായതിനു ശേഷം അവിടുത്തെ ജനത എന്ന് അവിടുത്തെ യുവജനങ്ങൾ മുഴുവനും കൂടെ ഡോണ്ട് മേക്ക് വാർ, മേക്ക് ലവ് എന്ന് പറഞ്ഞ് ഹിപ്പി മൂവ്മെന്റ് ഉണ്ടാക്കിയപ്പോൾ അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി ലോകവ്യാപകമായി അമേരിക്ക നടത്തിയ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞ ഇന്ന് നമ്മൾ പറയുന്ന മയക്കുമരുന്ന് വിരോധം ഉണ്ടായത്. അല്ലാതെ ഇല്ല. അതിന് മുമ്പ് ആരും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ കുട്ടിക്കാലത്തെന്ന് പറയുമ്പോൾ എനിക്കൊരു 10 വയസ്സുള്ള സമയത്ത് ഈ വിയറ്റ്നാം വാർ നടക്കുന്നേ ഉള്ളപ്പോൾ, അതിനുശേഷം വിയറ്റ്നാം വാർ കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു കാര്യമില്ലാതെ ഏതോ ഒരു നാട്ടിലുള്ള കുറച്ച് ജനങ്ങളെ മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി കമ്മ്യൂണിസത്തിനെതിരായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെന്ന് പറഞ്ഞ് പിപ്പിരി കയറ്റി ഒരു കാര്യമില്ലാതെ പാവം പിടിച്ച ആൾക്കാരുടെ മണ്ടേ മുഴുവൻ ബോംബ് ചെയ്ത് നശിപ്പിക്കുന്നതിന് വേണ്ടി പോയ ആൾക്കാർക്കുണ്ടായ ധാർമ്മിക പ്രശ്നത്തിനകത്തു നിന്നാണ് ആ ഇ പി മൂവ്മെന്റ് ഉണ്ടായത്. ആ ഉണ്ടായ സാധനത്തിന് തടസ്സം വരാൻ, അവരെ കൈകാര്യം ചെയ്യാൻ, പട്ടാളത്തിൽ ചേർക്കാൻ വേണ്ടി മാത്രം പ്രചരിപ്പിച്ച ഒരു സാധനമാണ്. അവർ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഇതങ്ങ് മറക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം ചെയ്തിട്ട് പോസ്റ്റ് ട്രോമാറ്റിക് ഡിപ്രഷൻ നമ്മൾ പറയുന്ന PTSD എന്ന് പറയുന്ന സാധനമുണ്ട്. ആ PTSD ഉണ്ടായ ആൾക്കാരാണ് ആ മയക്കുമരുന്ന് മുഴുവൻ ഉപയോഗിച്ചത്. മാത്രമല്ല പുതിയ എനം മയക്കുമരുന്ന്, അതുവരെ ഉണ്ടായിരുന്നത് കഞ്ചാവും ഈ പറയുന്ന ഇങ്ങനെ കൂണിനകത്ത് ഉണ്ടായിരിക്കുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയിരുന്ന മദ്യം, ഇത്രയും സാധനമേ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഈ കെമിസ്ട്രി പഠിച്ച് കെമിക്കലായിട്ട് പുതിയ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതാണ് LSD എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഈ കറുപ്പ് അത് സൂക്ഷ്മമായിട്ട് വാറ്റി അതിനകത്തു നിന്ന് നമ്മൾ ഇന്ന് ബ്രൗൺ ഷുഗർ എന്ന് പറയുന്ന സാധനങ്ങൾ, അതിനകത്തു നിന്ന് തന്നെ എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ സൂക്ഷ്മമായ നിലവാരത്തിൽ ഇന്ന് ലോകത്ത് ഏത് മരുന്ന് കണ്ടുപിടിക്കുന്ന പോലെ മയക്കുമരുന്ന് കൂടുതൽ വികസിപ്പിച്ച് ശാസ്ത്രീയമായി വികസിപ്പിച്ച് കൊണ്ടുവന്നത് വഴിയാണ് നമ്മൾ ഈ ഇന്ന് പറയുന്ന ഈ പുത്തൻ കെമിക്കൽ മയക്കുമരുന്ന് മുഴുവൻ ഉണ്ടായത്. ഇതിനെ എൻ ബ്ലോക്ക് ആയിട്ട് ബാൻ ചെയ്യുകയും ഒക്കെ ചെയ്തത് ഈ മദ്യലോബിയും അമേരിക്കൻ ആക്രമണോത്സുകമായിട്ട് അവിടുത്തെ ഗവൺമെന്റും കൂടെ ചേർന്നിട്ടാണ്. അവിടുത്തെ യുവാക്കളെ പട്ടാളത്തിൽ ചേരാനായിട്ട് തടസ്സമായിട്ട് ഈ മയക്കുമരുന്ന് വരുന്നു എന്ന് തോന്നിയിട്ടാണ് അവരത് നിരോധിച്ചത്. അവർ ലോകവ്യാപകമായിട്ട് ശത്രുക്കളെ പട്ടാളമുള്ള ഒരു രാജ്യമാണ്. അവര് നിയന്ത്രിക്കാത്ത മറ്റൊരു രാജ്യവും ഇല്ലായിരുന്നു. അവിടെ മുഴുവനും അവര് ചെയ്ത് ഇത് ലോകവ്യാപകമായി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? ഈ നിരോധനം കൊണ്ടുണ്ടായ ദ്രോഹമാണ് ഇന്ന് ലോകം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മദ്യം അമേരിക്കയിൽ നിരോധിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ. ഏറ്റവും കൂടുതൽ മദ്യം വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. എല്ലാവരും എല്ലാ വീട്ടിലും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനത്തെ രാജ്യത്ത് മദ്യം ശരിക്കും പറഞ്ഞാൽ 13 വർഷം നിരോധിച്ചിട്ടുണ്ട്. 1918 തൊട്ട് 1931 വരെ അമേരിക്കയിൽ മദ്യം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ആ മദ്യം നിരോധിച്ച സമയത്താണ് രഹസ്യമായി മദ്യം കൊടുക്കുന്ന വിഭാഗം ലോകത്തുണ്ടാകുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മൾ ഇന്ന് പറയുന്ന ഇറ്റലിയിൽ നിന്നുണ്ടായ മാഫിയ എന്ന് വിളിക്കുന്ന സംഘം ലോകത്തുണ്ടാകുന്നത്. കാരണം ഒരു നിരോധിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ക്രിമിനൽസ് ടേക്കപ്പ് ചെയ്യും. വേറെ പലതരത്തിൽ കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നവനെ അതെല്ലാം നിർത്തിയിട്ട് ഇത് നിരോധിച്ച സാധനം വിറ്റ കൂടുതൽ കാശ് കിട്ടുമെന്ന് തിരിച്ചറിയും. ഇങ്ങനെ നിരോധിച്ചിട്ട് ഉണ്ടാക്കിയ അപകടം എന്ന് പറഞ്ഞാൽ 2 എണ്ണം. അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ കടലിനകത്ത് ഒരു 4-5 മൈൽ കഴിഞ്ഞാൽ ഇന്റർനാഷണൽ വാട്ടർ എന്നാണ്, അത് ആരുടേതുമല്ല.
അവിടെ വലിയ കപ്പലിനകത്ത് മദ്യം ഉണ്ടാക്കി കാസിനോസ് ഉണ്ടാക്കി അതങ്ങോട്ട് അവിടെ വെച്ച്. അപ്പൊ ആൾക്കാർ വള്ളത്തെ കയറി അവിടെ പോകും. അവിടെ 2-3 കിലോമീറ്റർ അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ വാട്ടറായി. അവിടെ ഈ സാധനങ്ങളെല്ലാം ഉപയോഗിക്കാൻ ആർക്കും പിടിക്കാനൊക്കത്തില്ല. അപ്പൊ അവിടെ പോയിട്ട് കൊണ്ടുവരും. ഇത് മുഴുവനും ഈ മാഫിയ സംഘങ്ങളാണ് ചെയ്യാൻ തുടങ്ങിയത്. നിരോധിച്ചിട്ട് ക്രിമിനൽസിനെ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് ദരിദ്രരായ ആൾക്കാർക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഞാൻ നിരോധിച്ച സാധനം വിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ കള്ളക്കടത്ത് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ നോക്കിയാൽ മതി, ടാക്സ് കൊടുക്കാതെ കൊണ്ടുവരുന്ന ഏത് സാധനവും കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ പറ്റും. ഇത്രയേ ഉള്ളത്. അപ്പൊ പെട്ടെന്ന് പണക്കാരനാകാനുള്ള എളുപ്പ വഴിയായിട്ട് ദരിദ്രം പിടിച്ച മനുഷ്യർ മുഴുവനും കൂടെ അങ്ങോട്ട് എത്തിച്ചേരും എന്നുള്ളതാണ് യഥാർത്ഥ സംഭവിക്കുന്നത്. നിരോധനം കൊണ്ട് ക്രിമിനലൈസേഷൻ മാത്രമാണ് നടക്കുന്നത്, അല്ലാതെ ഒരു സാധനം ഇല്ലാതാകത്തില്ല. രഹസ്യമായ ലോകം ഉണ്ടാകുകയും ഈ അമേരിക്കയിലെ മഫിയ എന്ന് വിളിക്കുന്ന ആ സംഘം ഉണ്ടാകുന്നതിനൊപ്പം ഗൺ കൾച്ചർ ഇത്രയധികം കൂടിയത്. നമ്മൾ ഈ തോക്ക് എല്ലാവരുടെയും വീട്ടിനകത്ത് സുലഭമായി ഉപയോഗിക്കുന്നവരായിട്ട് അവർ മാറുകയൊക്കെ ചെയ്തത് ഈ നിരോധനത്തിന്റെ ഭാഗമായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഭയങ്കര കുഴപ്പമാണ്, ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് 1932 അത് എടുത്തു കളഞ്ഞു. പക്ഷേ ഗൺ കൾച്ചറും പോയില്ല, ക്രിമിനാലിറ്റിയും പോയില്ല. കാരണം അത് രഹസ്യമായ ഒരു ലോകം തന്നെ, അണ്ടർവേൾഡ് എന്ന് നമ്മൾ പറയുന്നത് മുഴുവൻ ഉണ്ടാകുകയും ചെയ്യും. ഈ സാധനം ഇതേ യുക്തിക്കകത്ത് തന്നെയാണ് ഈ വിയറ്റ്നാം വാറിന്റെ സമയത്ത് അന്ന് മദ്യം ഉപയോഗിക്കുന്നത് ആഠ്യന്മാരുടെ സ്ഥലമായി മാറി. മയക്കുമരുന്ന് എന്ന് പറയുന്നത് താഴെ നീചന്മാര്, താഴെയുള്ളത് മറ്റേ ആഠ്യന്മാര് നീചന്മാരും, നീചത്ത് താഴെയുള്ള പാവം പിടിച്ച ആൾക്കാർ ചെയ്യുന്ന പണിയായിട്ട് മാറി. അങ്ങനെയാണ് മയക്കുമരുന്ന് മുഴുവൻ മഹാകുഴപ്പമാണെന്ന് പഠിപ്പിക്കുന്ന സ്ഥലത്തെത്തിയത് വ്യാപകമായി. അതിന് വേറൊരു കഥയും കൂടെ ഉണ്ട്. പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയപ്പോൾ ലോകത്ത് പണ്ടേ തൊട്ട് ആൾക്കാർ ഈ മയക്കുമരുന്നും സാധനങ്ങളും ഒക്കെ വിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കറുപ്പ്, ഈ അഫ്ഗാൻ മേഖല മുഴുവനായിരുന്നു കറുപ്പ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി പോപ്പിച്ചെടികൾ ഉണ്ടാക്കി വിറ്റിരുന്നത്. അതൊക്കെ അന്ന് ഈ നമ്മൾ ഇന്ന് പറയുന്ന ആയുർവേദ മെഡിസിനകത്തൊക്കെ മുഴുവൻ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. പഴയ മെഡിസിനകത്ത് മുഴുവനും. പിന്നെ ഈ ആത്മീയവാദികൾ മുഴുവനും തിന്നുകൊണ്ടിരുന്നതുമാണ്. നമുക്കറിയാവുന്ന മഹാമാരി പരമഹംസൻ എന്ന് വിളിക്കുന്ന മുഴുവൻ എണ്ണവും ഈ കഞ്ചാവിനകത്ത് മുങ്ങിയ തന്നെയായിരുന്നു. ഏത് പരമഹംസനും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കഞ്ചാവിൽ ഇരുന്നവന്മാരാണ്. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന പാർട്ടികള് അത് മുഴുവനും കൂടെ ക്രിമിനലൈസ് ചെയ്തു എന്നുള്ളതാണ് സംഭവിച്ചത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറ്റകരമാക്കി മാറ്റിയതോടെ ഇത് മുഴുവൻ ഈ അണ്ടർവേൾഡ് എന്ന് പറയുന്ന സകല സ്ഥലത്തും ഉണ്ടായി. ലോകവ്യാപകമായി അമേരിക്കയ്ക്ക് ബലമുള്ളത് കാരണം കൊണ്ട് ലോകവ്യാപകമായി ഈ സകല മയക്കുമരുന്നിന്റെ മേളിൽ നിരോധനം ഏർപ്പെടുത്തി ഉണ്ടാക്കിയ കുറ്റം കാരണമുണ്ടായതാണ് ഇന്ന് ഇത് വ്യാപകമായി തിന്നുന്നതിന് കാരണമായി തീർന്നത്. മറ്റേ ഞാൻ പറഞ്ഞില്ല, എന്റെ കുട്ടിക്കാലത്ത് കഞ്ചാവ് അവിടെ കടയിൽ കിട്ടും, പക്ഷെ ഞങ്ങൾ ആരും വലിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വല്ലപ്പോഴും ഈ പണ്ട് സിഗരറ്റായിരുന്ന അന്ന് മനുഷ്യന്മാർക്ക് ഭയങ്കര ആഠ്യന്മാരാകണമെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കണം. അങ്ങനെ കുട്ടികളെല്ലാം സിഗരറ്റ് വലിക്കുന്നവരാകും. പക്ഷെ ഇതെല്ലാവരും കുറച്ചു വലിക്കും, അത് കഴിഞ്ഞ് നിർത്തും. കാരണം ഇത് നിരോധിച്ചിട്ടില്ലാത്ത കാരണം കൊണ്ട് ആരും അഗ്രസീവായിട്ട് സെയിൽ ചെയ്യത്തില്ല. നിരോധിച്ചു കഴിഞ്ഞാൽ ഏത് ദരിദ്രനും പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയിട്ട് ഇത് വളരെ രഹസ്യമായി എല്ലായിടും വ്യാപകമായി കൊടുക്കും. നിരോധനം കൊണ്ടാണ് ഇന്ന് ഈ ലോകവ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ യുക്തിവാദികളും വേണ്ടിയിട്ടൊന്നുമല്ല. ശരിക്കും ഈ ഇത് മുഴുവൻ വലിച്ചിരുന്നത് ആത്മീയവാദികൾ തന്നെയാണ്. ഇത് മുഴുവൻ നിന്നിരുന്നത് ആത്മീയവാദികൾ തന്നെയാണ്. ഈ അമ്പലത്തിലും പള്ളിയിലും മുഴുവൻ ഇത് അരച്ചും കലക്കും കൊടുത്തിട്ട് തന്നെയാണ്. എന്ത് കഥ പറഞ്ഞാലും ഇവര് തന്നെയായിരുന്നു ലോകവ്യാപകമായി കൊടുത്തോണ്ടിരുന്നത്. റിച്വലൈസ് ചെയ്ത് കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ് ചെയ്തിരുന്നത്. മനുഷ്യന്റെ മനസ്സ് വേറൊന്ന് ഭയങ്കര ഒരു സംഭവമാണെന്നും അതിനകത്തൂടെ നിങ്ങൾ സ്വർഗത്തിൽ എത്തിച്ചേരുമെന്നും ദൈവമായിട്ട് കണക്ട് ചെയ്യുമെന്ന് പറയുന്ന കഥ മുഴുവൻ പഠിപ്പിച്ച് സകല രീതിയിൽ ഇതെല്ലാം ഉപയോഗിക്കാനായിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ പാരമ്പര്യമാണ് നമ്മളിപ്പോ ഈ കണ്ട കുംഭമേള എന്ന് പറയുന്നതിനകത്തൊക്കെ മുഴുവൻ എണ്ണോ ഇത് നിന്നും വഴിച്ചും മുഴുവൻ കഴിയുന്നവരാണ്. അല്ലാതെ വേറൊരു സന്യാസവും അവിടെ ഇല്ല. ഇവന്മാർ മുഴുവൻ ഈ കഞ്ചാവും ഈ മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കാനുള്ളത്, അതിനകത്ത് ഇന്ന് വ്യാപകമായി ഈ ലോകവ്യാപകമായി ഇത് വിൽക്കുന്നതിന്റെ പ്രധാന കാരണം ഇത് വലിയ വരുമാനം ഉണ്ടാക്കുന്നതാണെന്ന് രഹസ്യമായി വിറ്റ് കാശുണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്നത് വഴി നേരത്തെ പണ്ട് തൊട്ട് ഇപ്പം ലാറ്റിൻ അമേരിക്ക മുഴുവനും ശരിക്കും പറഞ്ഞ അവിടുത്തെ ചെടി മറ്റേ എന്തോ അതിന് കൊക്കൈൻ ചെടികൾ അവര് ആ രാജ്യത്തെല്ലാം വളരുന്നതാണ്. നിങ്ങളിപ്പോ യു പിയിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ
ഹിമാചൽ പ്രദേശിലോട്ടൊക്കെ ചെന്നാൽ അവിടെ ആ മല നിറച്ച് ഈ കഞ്ചാവ് പിടിച്ച് നിൽക്കും. അവിടെ സ്വാഭാവികമായി അവിടെ ഒരു 1000 പേരിൽ ഒരു 2 പേരായിരിക്കും ഈ ഇല എടുത്തിട്ട് ഇങ്ങനെ തിരുമ്മി കയ്യില വഴക്കി അതിന്റെ കറ എടുത്ത് ഒരു ഇതിനകത്ത് വെച്ച് ഇച്ചിരി വലിക്കുന്നുണ്ടാവും. ഇത്രയേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ആൾക്കാർ സ്വാഭാവികമായിട്ട് കുറച്ച് ചെയ്യും എന്നുള്ളതല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന അഗ്രസീവായ സെയിൽ മുഴുവൻ ഉണ്ടായത് ഇത് നിരോധിച്ചപ്പോഴുണ്ടായതാണ്. നിരോധനം കൊണ്ടാണ് ഇത് വ്യാപകമായി വിൽക്കപ്പെടുന്നത്. അപ്പോഴും മൈത്രൻ, ഈ കുട്ടികളിലെ ഇതിന്റെ ഉപയോഗം കൂടി വരുന്നില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കും. ഇത് ദരിദ്രരായ ആൾക്കാർക്ക് പണം വേഗം ഉണ്ടാകുന്ന കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കുട്ടികൾ കഴിക്കുമ്പോൾ മാത്രം, അല്ലാത്തവരെല്ലാം പോയി ബാറിൽ പോയി മദ്യം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം എന്താ ഇല്ലാത്ത? ഈ കുട്ടികൾ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നതിനാണല്ലോ. അല്ലാതെ നിങ്ങൾ എന്താണ് ഇത് ചെയ്യുന്നത്? കുട്ടി അല്ലായി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം അങ്ങ് ചെയ്യാവോ? അങ്ങനൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന ഏത് തരത്തിലുള്ള അത് മതവിശ്വാസവും ഇതെല്ലാം ഇതുപോലെ തന്നെയാണ്. ഇത്രയേറെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പള്ളിക്കകത്ത് ഈ സെമിനാരി ക്ലാസ്സുകൾ എടുത്ത് മദ്രസയിൽ പോയിട്ട് ഈ കുട്ടികളെ മനോവിക്ഷോഭം ഈ ലോകത്തിനെ മനസ്സിലാക്കാൻ പറ്റാത്ത നിലവാരത്തിൽ അസംബന്ധം പിടിച്ച കഥകൾ പഠിപ്പിച്ച് ഈ വെക്കുന്നതിനേക്കാളും ഭീകര പ്രവർത്തനമൊന്നും ഇതിലൊന്നും ഇല്ല. നമ്മൾ അത്രയും നമ്മളെ അറിയേണ്ടതുണ്ട്. വിശ്വാസത്തിന്റെ പ്രചാരണത്തിനേക്കാളും വലുതല്ല മയക്കുമരുന്ന് കഴിക്കുന്നത്. അത്രയും നമ്മൾ അറിയേണ്ടതുണ്ട്. ലോകത്ത് അത് ഞാൻ പറഞ്ഞല്ലോ, കഞ്ചാവ് വലിച്ചവൻ എന്തായാലും മദ്യം കഴിച്ചിട്ട് വണ്ടി ഓടിച്ച് ഇടിക്കുന്ന അത്രയും പോലും ചെയ്യുന്നില്ല. അതിനെ എന്തും ഇത്രയും പീഡിപ്പിക്കുന്നേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ കുംഭമേളയിൽ പോയ മുഴുവൻ എണ്ണത്തിനെയും ശിക്ഷിക്കണ്ടേ? അതെന്താ അവര് ചെയ്യാത്തെ? ഇവിടെ ഈ ഞാൻ ലോ ഉണ്ടാക്കിയത് വഴി ഇത്രയധികം ആൾക്കാർ നമ്മളെ പോലെ ലോ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലത്ത് മുഴുവനും ജയിലിൽ കിടക്കുന്നുണ്ട്. ലോ കൈകാര്യം ചെയ്യാത്ത വടക്കേ ഇന്ത്യ മുഴുവനും ആൾക്കാർ ഇഷ്ടം പോലെ ഇത് വലിച്ചവിടെ ജീവിക്കുന്നു. ആ സമയത്ത് ഇവരാരും കുറ്റവാളികളല്ല. ഈ സന്യാസികൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ആ UP-യിലെ ചീഫ് മിനിസ്റ്റർ ഇത് വലിക്കുന്നുണ്ടാവും. പക്ഷെ അവൻ റിച്ചലായിട്ട് അവൻ അവൻ ആത്മീയ ജ്ഞാനം വരാൻ വേണ്ടിയാണെന്നുള്ള അഭിനയത്തിൽ ചെയ്യുന്നുണ്ടാവും. അല്ലാതെ വേറൊരു സാധനമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പരമഹംസന്മാർ മുഴുവനും, ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഞ്ചാവ് വലിച്ചിരുന്ന പാർട്ടിയാണ്. വിവേകാനന്ദൻ കഞ്ചാവ് വലിച്ചിരുന്ന ഇത് മുഴുവൻ അവരൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട്. അല്ലാതെ ആരും രഹസ്യത്തില്ല. കാരണം അതൊക്കെ അന്ന് ശിവമൂലി, ശിവന്റെ നേരിട്ട് തരുന്ന സാധനമായിട്ടായിരുന്നു ഇതിനെയൊക്കെ പഠിപ്പിച്ചിരുന്നത്. ഇത് ഇങ്ങനൊന്നും അല്ല. ഇത് മൈൻഡ് ആൾട്ടറിങ് സാധനങ്ങളാണ്, സൈക്കാഡലിക് എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് അതിനെ ഓരോന്നും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്, ഏത് ബ്രെയിനിന്റെ ഏത് റിസപ്റ്ററിലാണ് ഇതെല്ലാം പോയി ഓരോന്നും വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിന്റെ റിസപ്റ്റേഴ്സ് ഉള്ളതാ. അപ്പൊ ആയിരക്കണക്കിന് വർഷമല്ല ലക്ഷക്കണക്കിന് വർഷമായിട്ട് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന് ഈ റിസപ്റ്ററൊക്കെ ഉണ്ടാകുന്നത്. പശുവൊക്കെ എന്താണ് പുല്ല് തിന്നുന്ന സമയത്ത് ഈ സൈക്കാഡലിക് ആയിട്ടുള്ള കൂണ് തിന്നു പോകും. അവരൊക്കെ ഇത് അനുഭവിക്കും. ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള സാധനമാണ്. നമ്മുടെ മനസ്സിനെ ഇന്ന് ഈ പറയുന്ന ചിലപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള പല കഴിവുകളും ഉണ്ടായത് ചിലപ്പോൾ ഇത് തിന്നിട്ടൊക്കെ ആയിരിക്കാം. പക്ഷെ ഇത് പഠിക്കേണ്ടത്, എന്നെ പോലുള്ള ആൾക്കാർ പറയുന്ന സാധനം ഇത് ശാസ്ത്രീയമായി പഠിക്കേണ്ടതുണ്ട്. നിയന്ത്രണത്തോട് ഉപയോഗിക്കേണ്ടതുണ്ട്. നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. ഇന്ന് മാത്രമല്ല, ഇന്ന് നമുക്ക് അതിന്റെ മുകളിൽ ഈ കഴിഞ്ഞ 1996 നിരോധനം ഈ അമേരിക്കക്കാരൻ എടുത്തു കളഞ്ഞത്. ആ എടുത്തു കളഞ്ഞ അങ്ങോട്ട് റിസർച്ച് നടക്കുന്നത്. ആ റിസർച്ച് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ പറയുന്ന ഇന്ന് പാലിയേറ്റീവായിട്ട് വേദന സഹിച്ച് ഇവിടെ കിടന്ന് മരിക്കുന്ന ഈ ആൾക്കാർക്ക് മുഴുവൻ കൊടുക്കേണ്ടതാണ് ഇതെല്ലാം. നമ്മൾ ഈ ഓപ്പറേഷന് കൊണ്ടുപോകുന്ന മയക്കുമരുന്ന് കൊടുത്തിട്ടാണ് ഈ ആൾക്കാരെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഡോസിനെ പറ്റിയൊക്കെ പഠിക്കണ്ടേ? പഠിക്കാതെ എങ്ങനെ പറ്റുന്നേ? മയക്കുമരുന്ന് കൊടുക്കാതെ ഏത് ഓപ്പറേഷൻ നടത്താൻ പറ്റും? സകല ഡോക്ടർമാർ ഈ ആദ്യകാലത്തെ പെത്തടി മുഴുവനും അവർ തന്നെ കുത്തിവെച്ച് ജീവിക്കുന്നവരായിരുന്നു. എനിക്കറിയുന്ന കാലത്ത് മുഴുവനും ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. മിസ്യൂസ് ചെയ്യുന്നു, യൂസും മിസ്യൂസും ഉണ്ട്. ഈ മേഖലകളാണ് മനസ്സിലാക്കേണ്ടത്. റിസർച്ച് ചെയ്ത് എങ്ങനെയാണ്, ഞാൻ അത് ഉദാഹരണമായിട്ട് നമ്മൾ പറയുമ്പോൾ സ്പീഡിൽ ഓടിക്കാനാണ് വണ്ടി നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അമിതമായ സ്പീഡ് നമ്മളെ കൊല്ലും. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്ന് എഴുതി വെക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതിനുള്ള വലിയ സ്പീഡിൽ ഓടിക്കുവാണോ അതിനുള്ള പ്രിക്കോഷൻസ് മുഴുവൻ എടുത്ത് നമ്മൾ 200 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കുന്ന വണ്ടി കണ്ട്, മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന, കാർ ഓടിക്കുന്ന ഒക്കെ കണ്ടിട്ട് രസിക്കുന്നില്ലേ? അത് ഓടിക്കാൻ പോകുന്ന ആൾക്കാരന് അത്രയും സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ട് വേണം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള മനസ്സിനെ ആൾട്ടർ ചെയ്യുന്ന, മനസ്സിനെ മാറ്റുന്ന തരത്തിലുള്ള ഡ്രഗുകൾ
എങ്ങനെയാണ് മരുന്ന് ഡോസ് അനുസരിച്ചിട്ട് കഴിക്കണമെന്ന് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കേണ്ട കാര്യം മാത്രമാണ്. ഇത് ഏതെങ്കിലും നിലവാരത്തിൽ ഗുണം ഉണ്ടാകുന്നതാണോ അല്ലയോ എന്നുള്ളത് പഠിക്കേണ്ടതാണ്. അല്ല, ഇത് രസം തരുന്നില്ല എന്നുള്ളതല്ല, രസം തരുമ്പോൾ തന്നെ നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കേണ്ടതാണ്. ലൈംഗികത നമ്മൾ അങ്ങനെ തന്നെയല്ലേ നിയന്ത്രിതമായിട്ടല്ലേ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നിയന്ത്രണത്തിന്റെ യുക്തികൾ ഇല്ലാതല്ല ഇതൊന്നും പറയുന്നത്. ശാസ്ത്രീയമായി മനസ്സിലാക്കി ഉപയോഗിക്കാൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ രഹസ്യമായ കള്ളന്മാരായി തീരുന്ന ഉപയോഗക്കാരായി മാറും. നിരോധനത്തിന്റെ യുക്തികൾ മുഴുവൻ അതാണ്. ഇവർ മുഴുവൻ നിരോധനത്തിന്റെ യുക്തി പറയും, എന്നിട്ട് ഇത് മുഴുവൻ ചെയ്യുകയും ചെയ്യും. ദൈവത്തിന്റെ പേരും പറഞ്ഞ് സകല അമ്പലത്തിലും പള്ളിക്കകത്തും രഹസ്യമായി ഈ സാധനങ്ങൾ മുഴുവൻ കഴിക്കുന്നവരാണ് ഈ പറയുന്ന മുക്രിമാരും ആജിമാരും ഈ സന്യാസിമാരും ഈ പള്ളിയിലച്ചന്മാരും മുഴുവൻ. ഇതൊക്കെ മുഴുവൻ എണ്ണവും ഈ മദ്യവും മയക്കുമരുന്നും ഏതെങ്കിലും ഒരെണ്ണം കണിശമായിട്ട് ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കാത്ത ഒരുത്തനുമില്ല. ഇവന്മാരാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. അത് ദൈവത്തിന്റെ പേരും പറഞ്ഞ് കഴിക്കണം, അല്ലാത്തപ്പോ കഴിക്കരുതെന്നാണ്. ഈ പുകല പോലുള്ള ടുബാക്കോ പോലുള്ള ഐറ്റംസും ഇതിന്റെ മറ്റൊരു ടുബാക്കോ എല്ലാം ഒരു സാധനം അങ്ങനെ അല്ല. നമ്മൾ ഈ സകല എന്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മമ്മമാരെ കാണാൻ പോകുന്നത് പുകയിലും എടുത്തിട്ടായിരുന്നു. എന്നെയൊക്കെ എന്റെ വീട്ടിൽ നിന്ന് അമ്മ പറയും, അമ്മമ്മയെ കാണുമ്പോൾ നീ അവിടുന്ന് ഒരു പുകയില മേടിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് പുകയില ഉപയോഗിക്കരുതെന്ന് ക്യാൻസർ വരുമെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട് സകല തീപ്പെട്ടി കൂടിന്റെ മേളിൽ തൊട്ട് സകലതിന്റെ മേളിൽ വരച്ച് സകല പരസ്യത്തിനകത്തും ചെയ്തോണ്ടിരിക്കുകയല്ലേ. ഇത് വളരെ കൃത്യമായിട്ട് വെറ്റില ചെല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് മുറുക്ക് സകല സാധനത്തിനകത്ത് ഈ പുകയില വെച്ച് വരച്ചോണ്ടിരുന്ന പാർട്ടികളല്ലേ. ഇവന്മാരാണ് ഈ ന്യായമൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നത്. നമ്മളിത് മനസ്സിലാക്കാനുള്ളത് ഇതൊക്കെ എന്താണ് നമ്മൾ ബ്രെയിനിൽ ചെയ്യുന്നത് എന്ന് പഠിച്ച് അത് പ്രയോജനകരമാണോ അല്ലയോ എന്ന് പറയുന്ന കാര്യമാണ് എന്നെ പോലുള്ള മനുഷ്യർ. കൊള്ളാവുന്നതാണെന്നുണ്ടെങ്കിൽ അത് മിതത്വത്തോടെ എങ്ങനെ ഉപയോഗിക്കണം, നിയന്ത്രിതമായി എങ്ങനെ ഉപയോഗിക്കണം. അത് ഏത് മരുന്നും അമിതമായാൽ വിഷമാണ്, അമിതമായ അമൃതും വിഷമാണെന്ന് പഠിക്കുന്ന പോലെ തന്നെ പഠിക്കേണ്ടതാണ്. നിയന്ത്രിതമായി ഉപയോഗിക്കാൻ, അത് പ്രയോജനകരമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത് പഠിക്കേണ്ടതാണ്. അല്ലാതെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. തലയിലും മുണ്ടും ഇട്ട് മദ്യം കഴിക്കുന്ന ഈ നാട്ടിലെ ഗവൺമെന്റ് മദ്യം ഇട്ടുകൊണ്ടിരിക്കുന്ന നാട്ടിനകത്ത് മയക്കുമരുന്നെന്ന് പറഞ്ഞിട്ട് എന്തെന്ന് പറയുന്നത്? എന്തിനാണ് ഈ പാവം പിടിച്ച മനുഷ്യർ ഈ ജയിലിൽ മുഴുവൻ കിടക്കുന്നുള്ള കാര്യം പറയണ്ടേ? ഈ കുംഭമേള പോയ മുഴുവൻ എണ്ണത്തിനും ജയിലിടേണ്ടതല്ലേ ഇവരുടെ ഇതേ നിയമം ഉപയോഗിച്ചിട്ട്? എന്താ അവർ ചെയ്യാത്ത? അപ്പൊ അത് റിച്വലൈസ് ചെയ്യും, അപ്പൊ അത് ആത്മീയവാദികളുടെ സാധനമാണ്. ആ സമയത്ത് ഈ പറയുന്ന ചർച്ചയില്ല, ഭാങ് പിടിക്കുന്ന സമയത്ത് ചർച്ചയില്ല. ഞാൻ പറയുന്നത് അപ്പൊ കുഞ്ഞുങ്ങളെ പറ്റി സംസാരമില്ല, പെണ്ണുങ്ങളെ പറ്റി സംസാരമില്ല. അയ്യോ സ്ത്രീകളും കുട്ടികളും എന്നൊക്കെ പറഞ്ഞ് നിഷ്കളങ്കം. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഉപയോഗിക്കാം. ഇത് മുഴുവൻ അഭിനയം, മനുഷ്യരെ കീഴടക്കാൻ. ഇനി ഞാൻ മദ്യത്തിന്റെ കാര്യം എന്ന് പറയാം, നല്ല രസമായിരുന്നു. നമ്മുടെ ട്രെയിനിനകത്തും ബസ്സിനകത്തും മദ്യം ഉപയോഗിച്ചുകൂടാ, പ്ലെയിനിൽ കൊടുക്കും. അതെന്താണ്? നമ്മുടെ ഉന്നതന്മാരായ ഉന്നത കുലജാതന്മാര് പോകുന്ന സ്ഥലത്ത് കുടിക്കാം, ദേവന്മാർക്ക് കുടിക്കാം സുരം. നിങ്ങൾ മനസ്സിലാകണം. അവന്മാർക്ക് കുടിക്കുമ്പോ ഒരു പ്രശ്നമില്ല. ടാറ്റ മദ്യം കഴിച്ച് കിടന്നാല് അവന്റെ കുടുംബം മുടിഞ്ഞു പോവോ? ഇല്ല. ആരാണ് ഈ കുടുംബം മുടിക്കുന്നേ? ദരിദ്രവാസി മദ്യം കഴിക്കുമ്പോഴാണ് കുടുംബം മുടിയത്. കാരണം അവന് ദാരിദ്ര്യമാണ് യഥാർത്ഥത്തിലുള്ളത്. അതുകൊണ്ടാണ് കുടുംബം മുടിഞ്ഞു പോകുന്നത്. നല്ല കൂലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുടുംബം മുടിയത്തില്ല. കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് സാധാരണക്കാരൻ മദ്യം കഴിക്കരുതെന്ന് പറയുന്നതിന് ന്യായം, സാധാരണക്കാരൻ മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിന് ന്യായം. ഇവിടുത്തെ സകല 5 സ്റ്റാർ ഹോട്ടലിനകത്ത് ബർത്ത്ഡേ പാർട്ടി ഉപയോഗിക്കുന്ന സമയത്ത്, ഈ ന്യൂ ഇയർ ഘോഷിക്കുന്ന സമയത്ത് ഇത് മുഴുവൻ ഉപയോഗിക്കുന്നവരാണ് ഈ ഉന്നത കുലജാതന്മാർ മുഴുവനും. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണക്കാർ ഇത് ഉപയോഗിക്കരുത്. എന്തുകൊണ്ടാണ്? അവൻ നാളെ പണിയെടുക്കാൻ വരാതിരിക്കും, ഇത് തടസ്സമാകും എന്ന് കാണുന്നതുകൊണ്ടാണ്. അപ്പോഴാണ് മദ്യം മോശമാകുന്നത്, മയക്കുമരുന്ന് മോശമാകുന്നത്. മദ്യവും മയക്കുമരുന്ന് എന്ന് പറയുന്ന ഇല്ലാത്ത തരംതിരിവുണ്ടാക്കി ആഠ്യന്മാർക്ക് കഴിക്കുന്ന സാധനം നിങ്ങൾ വേണമെങ്കിൽ ഏറ്റവും മോശപ്പെട്ട് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മോശമായ രീതിയിൽ കളർ വെള്ളം കൂടെ ചേർത്ത് വാറ്റിയാരായം കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നാട്ടിൽ ഇരുന്നിട്ട് ഇത്തരത്തിലുള്ള അസംബന്ധം പിടിച്ച കാര്യങ്ങൾ മനുഷ്യർ പറയരുത്.
ഈ അമ്പലവും പള്ളിയും ഒക്കെ ചെയ്ത് മനുഷ്യന്റെ മനസ്സിനെ ഇത്രയധികം ദൂഷിപ്പിക്കുന്ന, ലോകത്തിനെ മനസ്സിലാക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നതിനേക്കാളും വലുതല്ല ഇതൊന്നും തന്നെ. ഇവിടെ ഈ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നില്ലെന്ന് പറയുന്നവര് ഈ സകല പട്ടാളക്കാർക്കും വോട്ടാ കൊടുക്കുന്നില്ലേ? കാര്യം ലോകത്ത് മര്യാദകേടായിട്ട് മറ്റുള്ളവരെ കൊല്ലാൻ ബാധ്യത വന്ന് മാനസിക വിഷമം മറക്കാനാണ് അവന് കളി കൊടുക്കുന്നത്. സകല മദ്യം അവർക്ക് കോട്ട കൊടുക്കത്തില്ലേ? അതെന്താണ്? ഇതാണ് കാരണം. PTSD എന്ന് പറയുന്ന സാധനം വരും. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെ ഒരു കാര്യമില്ലാതെ അവിടെ പശുവിനെ മേയിച്ച് കുഞ്ഞുങ്ങളെ വളർത്തിയിരിക്കുന്ന അമ്മമാരുടെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഇവനൊക്കെ പറഞ്ഞു വിട്ടിട്ട് അവർക്ക് മാനസിക വിക്ഷോഭം ഉണ്ടാകുമ്പോൾ അത് ആലോചിക്കാതിരിക്കുന്നതിന് വേണ്ടി കൂടെ ഇരിക്കുന്നവന്റെ തലയിൽ വെടികൊണ്ട് വീഴുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന വിഭ്രാന്തി മാറുന്നതിന് വേണ്ടി അവന് കൊടുക്കുന്നതാണ് നാട്യന്മാരുടെ മദ്യം. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതൊന്നും ഈ പറയുന്ന ഒരു മൂല്യബോധത്തിനകത്തും ഈ പറയുന്ന ഒന്നുമില്ല. കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെന്നും സ്ത്രീകളെ രക്ഷിക്കണമെന്ന് പറയുന്നത് മുഴുവനും അവരെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതിന് തടസ്സമായി ഇത് തീരുന്നു എന്ന് കാണുന്നത് മാത്രം. അല്ല നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ നന്മ കൊണ്ടും എന്താണ് മറ്റുള്ളവരൊക്കെ നന്നായി വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രഹസ്യമായി ഒരു പള്ളിക്കകത്തും രഹസ്യമായിട്ട് ഇതൊന്നും കുടിക്കത്തില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക് വേണ്ടത് റെഗുലേഷൻസ് ആണ്, നിയന്ത്രണങ്ങളാണ്. ഇതൊക്കെ ശാസ്ത്രീയമായി പഠിച്ചിട്ട് എത്രത്തോളം നമുക്ക് ഇത് ഉപയോഗിക്കാൻ, എത്രത്തോളം സ്പീഡിൽ ഈ വളവിൽ വണ്ടി ഓടിക്കാം, ഈ റോഡിൽ എത്രത്തോളം സ്പീഡിൽ വണ്ടി ഓടിക്കാമെന്ന് പഠിപ്പിക്കുന്ന പോലെ എഴുതി പഠിപ്പിക്കേണ്ടതും കൃത്യമായി അതിന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൊടുക്കാൻ റിസർച്ച് ചെയ്ത് പഠിക്കേണ്ട സാധനങ്ങളാണ്. ഒന്നെനിക്കറിയാം, പാലിയേറ്റീവ് ആയിരിക്കുന്ന ഇന്ന് ഇഷ്ടംപോലെ വേദന അനുഭവിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വയസ്സന്മാർക്ക് മുഴുവനും ഈ സാധനങ്ങൾ കൊടുക്കാവുന്നതാണ്. അത് ഈ നിരോധിച്ച രാജ്യങ്ങളിലെല്ലാം അവർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ കഴുതകൾ ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആത്മീയവാദികൾ എന്ന് പറയുന്നവന്മാര് ഇതിനെതിരായിട്ട് ഇപ്പോഴും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പാവം പിടിച്ച ആൾക്കാർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് അവന്മാർക്ക് പോകത്തില്ല എന്നറിയുന്നതുകൊണ്ടാണ്. അത് യുക്തിവാദികളുടെ ഇത്തരത്തിലുള്ള റാഷണലിസ്റ്റുകളുടെ പ്രവർത്തനം കൊണ്ടാണെന്നൊക്കെ പറയുന്ന ന്യായം പറയുന്നത് കാശ് അവന്റെ വെട്ടിക്കകത്ത് കുറഞ്ഞിട്ടുണ്ടാവും. അതാണ് അതിന്റെ കാരണം. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലായി. ഇനി ഒരു സാധനം കൂടെ ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അമേരിക്ക പോലുള്ള അല്ലെങ്കിൽ നേരത്തെ കോളനി രാജ്യങ്ങൾ ഉണ്ടാക്കിയിരുന്ന ബ്രിട്ടനും ഒക്കെ ഉണ്ടായിരുന്ന ലോകവ്യാപകമായി അമേരിക്കക്ക് 750 കൃത്യമായിട്ട് മനസ്സിലാക്കണം, 750 ആയുധ താവളം ഈ ഭൂമി മുഴുവനുണ്ട്. എല്ലാ രാജ്യങ്ങളെയും അവർ നിയന്ത്രിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് ആളുകളെ ആംബുസ്റ്റ് ചെയ്ത് സകല ദരിദ്രമായ രാജ്യങ്ങളെയും കൊള്ളയടിച്ച് ജീവിക്കുന്ന ആ രാജ്യം നിരോധിച്ചത് കൊണ്ട് അവർക്കെതിരെ സമരം ചെയ്യാനായിട്ട്, ആയുധം മേടിക്കാൻ പണം ഉണ്ടാക്കാനായിട്ട് ഈ കഞ്ചാവും ഈ കറുപ്പും ഉണ്ടാക്കുന്നതും കൊക്കൈനൊക്കെ ഉണ്ടാക്കുന്നവൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം. അങ്ങനെയാണ് ഈ ലാറ്റിൻ അമേരിക്കയിലുള്ള രാജ്യങ്ങൾ മുഴുവനും ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാരാണെന്ന് അവരുടെ മേളില് ബനാന റിപ്പബ്ലിക് എന്ന് മയക്കുമരുന്ന് വിൽപ്പനക്കാരായിട്ട് അവർ മാറിയത്. ആയുധം മേടിക്കാൻ ഏറ്റവും കൂടുതൽ കാശ് വേഗത്തിൽ ഉണ്ടാക്കാൻ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഇതേ നിയന്ത്രണങ്ങൾ ഉണ്ടായതാണ്. അഫ്ഗാനിലും ഇത് തന്നെ. ഇത് മുഴുവനും ഈ സ്ഥലത്ത് മുഴുവനും ഈ ആയുധങ്ങൾ മേടിക്കാനായിട്ട് ഈ ആൾക്കാർ ആ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ഇത്രയും വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത്. രണ്ട് സാധനമാണ്. നിരോധനം കൊണ്ട് രഹസ്യമായി വെക്കുന്നതും നിരോധനം കൊണ്ട് ദരിദ്രരായ ആൾക്കാർ പണം ഉണ്ടാക്കുന്നവരായി മാറുകയും ആയുധ സമരം കൊണ്ട് ലോകത്തിനകത്തുനിന്ന് ഈ കൊള്ളയടി സംഘങ്ങളെ, കൊളോണിയലിസ്റ്റുകൾ എന്ന് പറയുന്ന പുത്തൻ കൊളോണിയലിസ്റ്റുകൾ എന്ന് പറയുന്നവന്മാര് ഒക്കെ നേരിടാൻ വേണ്ടി യുദ്ധ സാമഗ്രികൾ മേടിക്കാൻ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് പറയുന്നതാണ് നമ്മളൊരു പ്രശ്നമായി നമുക്ക് അനുഭവിക്കേണ്ടത്. അതും ഈ കൊള്ളയടിക്കുന്നവന്മാരെ ഒക്കെ എതിരായിട്ട് പൊരുതാൻ വേണ്ടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, കീഴടങ്ങാനായിട്ടല്ല, പൊരുതാൻ വേണ്ടി. വിയറ്റ്നാമില് അമേരിക്ക തോറ്റ് അവിടെ കമ്മ്യൂണിസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതിനെതിരായിട്ടായിരുന്നു അവന്മാർ യുദ്ധം ചെയ്തത്. അതിൽ തോറ്റിട്ട് അവിടെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ 15-20 വർഷമായിട്ട് യുദ്ധം ചെയ്ത് ഇപ്പൊ അവിടെ താലിബാനാണ് ഭരിക്കുന്നത്. അവരെ തോൽപ്പിക്കാൻ വേണ്ടി പോയ പാർട്ടികളാണ്. എല്ലായിടും തോറ്റാണ് അവന്മാരും. ഇറാഖില് അമേരിക്ക തോൽപ്പിച്ചവരാണെന്നാണല്ലോ പറയുന്നത്, അമേരിക്ക ജയിച്ചെന്നാണല്ലോ പറച്ചില്. എല്ലായിടും തോറ്റവന്മാരാണ് അവന്മാര്. ഈ തോറ്റിട്ട് അതിനെതിരായിട്ട് ഈ പറയുന്ന ആയുധങ്ങൾ മേടിക്കാൻ അതാത് രാജ്യങ്ങളെ പാവം പിടിച്ച ആൾക്കാർ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അത് പക്ഷേ ഇവന്മാർ കാരണം ഉണ്ടായതാണ്. ഈ അമേരിക്കൻ സാമ്രാജ്യം കൊണ്ടുണ്ടായതാണ്
നമ്മൾ ആ പറയുന്ന ദ്രോഹം എന്ന് പറയുന്നത്. അനാവശ്യമായിട്ട് ഈ ആളുകൾ മുഴുവനും ആയുധം ഉണ്ടാക്കുന്നവരും ആയുധം വാങ്ങുന്നവരായിട്ട് മാറുന്നതിന് ഈ മയക്കുമരുന്നും കൂടെ ഉപയോഗിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അത് അവരുടെ ഏറ്റവും നീചമായ പെരുമാറ്റങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെട്ടതായ സൈഡ് ഇഫക്റ്റുകളാണ്. ഇതുപോലെ അവർ നിരോധിച്ചത് കാരണം കൊണ്ടാണ് ഇന്ന് ലോകവ്യാപകമായി മയക്കുമരുന്നുകൾ വിൽക്കുന്നിടത്തെത്തിയത്. നിരോധനം എടുത്തു കളഞ്ഞാൽ മതി, 100-ൽ 10 പേര് വലിക്കും, ബാക്കി ആരും ചെയ്തു. ഒരു സംശയം വേണ്ട. ഇന്ന് കുഞ്ഞുങ്ങളെ മുഴുവൻ ഇത് തിന്നുന്നുണ്ടെങ്കിൽ അത് അഗ്രസീവായി സെയിൽ ചെയ്യുന്നതുകൊണ്ടാണ്. അഗ്രസീവായി സെയില് വില കൂടിയത് കൊണ്ടാണ്. ഈ കഞ്ചാവിന് 2 രൂപ വിലയുള്ളതെന്നുണ്ടെങ്കിൽ ഒരാളും മേടിക്കാൻ നടക്കത്തില്ല, ഒരാളും വലിക്കത്തില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിരോധനമാണ് ഇത് വ്യാപകമായതിന് കാരണം. രണ്ടാമത്തെ കാരണം ആത്മീയ വിശ്വാസികളാണ്. ആവശ്യം വേണ്ട. നിരോധനമാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ആത്മീയ വിശ്വാസികളാണ്. അവന്മാർ ഇതെല്ലാം വലിച്ച് മനസ്സ് മറന്ന് ഈ ലോകത്ത് രക്ഷപ്പെടാനുള്ള സിദ്ധാന്തത്തിനകത്ത് നിന്നുണ്ടായതാണ് ഈ പറയുന്ന വടക്കേ ഇന്ത്യയിൽ ഇന്ന് കുംഭമേളയിൽ കിടന്ന അഘോരികൾ എന്ന് പറയുന്നതിനെല്ലാം ഇത് മുഴുവൻ വലിച്ച് ലോകത്ത് ജീവിക്കാൻ കൊള്ളാത്തവന്മാരായിട്ട് മാറിയിട്ടുള്ളത് മുഴുവനും ഈ ആത്മീയവാദികളായ മനുഷ്യരാണ്. അതിന് ഒരു സംശയവും വേണ്ട. അല്ലാതെ ഇത് നമ്മളുമായിട്ട് ഈ യുക്തിപരമായി ഈ ലോകത്തിനെ മനസ്സിലാക്കണം എന്ന് പറയുന്ന ആരുമായി ഒരു ബന്ധവും അതിനായിട്ടില്ല. ഇത്രയും നമ്മൾ അറിയണം. ഈ ആത്മീയവാദികളായിരിക്കുന്ന മതവിശ്വാസികളായിരിക്കുന്നവർ ഈ പണി നിർത്തിയാൽ ഇതിന്റെ 80% ഉപയോഗം നിൽക്കും. കരികൊണ്ട് എന്തോ ഭയങ്കര സാധനം ഇതിനകത്തൂടെ വരുമെന്നുള്ള പഴയ സിദ്ധാന്തം കൊണ്ടാണ് അതിന് ന്യായങ്ങൾ ഉണ്ടാകുന്നത്. ഇത് വെറുതെ നമ്മൾ നോക്കിയാൽ മതി. ഇത്തരത്തിലുള്ള ന്യായങ്ങൾ, യഥാർത്ഥ ന്യായങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ, മൈൻഡ് ആൾട്ടറിങ് സബ്സ്റ്റൻസസ്. അത് പലതരത്തിലുണ്ട്. അതിനെ ശാസ്ത്രീയമായിട്ട് അതിനെ നമ്മൾ ഓരോന്നായിട്ട് എടുക്കുക. ഭവഭേദങ്ങൾ ഓരോ തരത്തിലാണ് നമ്മളെ അത് ബാധിക്കുന്നത്. അത് ഓരോന്നും ചില സമയത്ത് നമുക്ക് ഗുണപരമായി മാറ്റാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് ബോധം കെടുത്തിയിട്ട് ഓപ്പറേഷൻ എല്ലാം ചെയ്യുന്നത്. അത് ഗുണപരമായി ഉപയോഗിക്കുന്നതല്ലേ. ഇതുപോലെ മനസ്സിനെ ചിന്തിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാനോ മറ്റോ ഇത് സാധിക്കുമോ ഇല്ലെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്, പഠിക്കപ്പെടേണ്ടതാണ്, നിരോധിക്കപ്പെടേണ്ടതാണ്. നിരോധനമാണ്, ആത്മീയ വിശ്വാസമാണ് മയക്കുമരുന്നിന്റെ പ്രചാരണത്തിന് കാരണം. അപ്പോഴും ഈ ഒരു പരിധി വരെ ഇപ്പൊ ഈ അടുത്തൊക്കെ കൂടി വന്നിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ കുട്ടികളിലേക്ക് വിവരം ആർജിക്കപ്പെടുകയും അവർ മതത്തിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി മതത്തിലെ ആളുകൾ കുറയുന്നത് ഈ മതപണ്ഡിതരെ അലോസരപ്പെടുത്തുന്നില്ലേ? അതൊരു പരിധി വരെ അത് തന്നെയാണോ ഞാൻ പറഞ്ഞോണ്ട് അവരുടെ കച്ചവടം അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. കുണ്ടിയ പട്ടികയില് കാശ് വീഴാതിരിക്കുന്ന കാരണം കൊണ്ട് മാത്രം ഉണ്ടായതാണ് ഇതിനോടുള്ള വിരോധം, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് ഈ ശാസ്ത്രീയമായി ലോകത്തിനെ മനസ്സിലാക്കണമെന്ന് പറയുന്ന ഒരു കാരണമാണെന്ന് അവന്മാർ പറയുന്നത്. അവന്മാരുടെ കുണ്ടിക പെട്ടിയിൽ പൈസ പോകുന്നതുകൊണ്ട് തന്നെയാണ്. ആളുകളെ അടിമകളാക്കി മാറ്റാൻ പറ്റാതായി മാറിയിരിക്കുന്നു. സ്വതന്ത്രമായി ചിന്തിക്കുന്നതാണ്. ഇന്റർനെറ്റ് ഉപയോഗിക്കരുത്, ഫോൺ ഉപയോഗിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നത് ഇവന്മാരുടെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ്, വേറെ ന്യായമുണ്ട്. അപ്പോഴും നമ്മള് ഈ ഇവര് പറയുന്ന ഒരു കാര്യം, അത്തരം ധാർമ്മികത കൈമോശം വരുന്ന കുട്ടികളിൽ അവര് ഈ ധാർമ്മികത, ആത്മീയതയുടെ ധാർമ്മികതയെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതല്ലേ. അതെ അതെ. പിന്നെ ഇനി എന്ത് ധാർമ്മികതയെ പറ്റി ഇയാൾ പറഞ്ഞിട്ടില്ല? ഞാൻ ചോദിക്കട്ടെ, അപ്പോഴും ഈ പറയുന്ന കുട്ടികളിൽ കുട്ടികളിൽ ഇത്തരം മയക്കുമരുന്നിന്റെ ഉപയോഗത്തിന്റെ നിയന്ത്രണങ്ങൾ വേണ്ടതല്ലേ? കുട്ടികളിൽ ഇത് മാത്രമല്ലല്ലോ, ലോകത്തെ എല്ലാ കാര്യവും നമ്മൾ നിയന്ത്രിച്ചാ കുട്ടികളെ വളർത്തുന്നത്. ആ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനകത്ത് പൗരനാക്കി മാറ്റുന്നതിനാണ്. ദൈവത്തിന്റെ അടിമകളാക്കി മാറ്റുന്നിടത്ത് മുഴുവൻ അവർ ഇത് മുഴുവൻ ഉപയോഗിക്കും. അതിനെന്താ അത്ര സംശയം? ഇത് കുട്ടികളുടെ പ്രശ്നമൊന്നും അല്ല. ഇത് കുട്ടികൾ ഉപയോഗിക്കുന്നതല്ല പ്രശ്നം, ആര് ഉപയോഗിച്ചാലും പ്രശ്നമാണ്. അമിതമായ ആര് ഉപയോഗിച്ചാലും പ്രശ്നമാണ്. അത് കുട്ടികൾ മോട്ടോർ സൈക്കിളിൽ സ്പീഡിൽ ഓടിച്ചാലും പ്രശ്നമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു വാഹനമാണ് മോട്ടോർ സൈക്കിള്. അത് നമ്മൾ എല്ലാവർക്കും മേടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അതിനേക്കാളും വലുതല്ല ഈ കഞ്ചാവ്. ഇത്രയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നിയന്ത്രിതമായി ലോകത്ത് ഇത് അപകടമാണെങ്കിൽ അത് നിയന്ത്രിതമായി ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കാനാണ് പറ്റുള്ളൂ. അല്ലാതെ നിരോധിക്കുന്ന യുക്തികളെ പറഞ്ഞിട്ട് നീ കുട്ടിയായാലും വട്ടിയായാലും ഒരുപോലാണ്, ഒരു കാര്യമില്ല ആ പറച്ചിലൊന്നും. നമ്മൾ അത് ഇങ്ങനെ കുട്ടികൾ എന്ന് പറഞ്ഞ എന്തോ വലിയ സംഭവമാണെന്ന് പറയുന്നത് എന്താണ്? വലിയവരായി കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലാവോ? എന്താണ് ഈ പറയുന്നത്?
ഇതൊക്കെ നമ്മൾ ഈ കുട്ടികളെ ഉപയോഗിക്കാനാണ് ഈ മരുമുഴനെ പഠിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം കൊടുക്കാതെ ആളുകളെ ഉപയോഗിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മദ്രസയ്ക്കകത്തും ഈ പള്ളിക്കകത്തും ഇട്ടിട്ട് ഈ മനസ്സ് മുഴുവനും കീഴടക്കി പട്ടിയെ പോലെ അടിമകളെ പോലെ വളർത്തുന്ന സ്ഥാപനങ്ങളാണ് അതെല്ലാം. അതിനേക്കാളും വലുതാണോ ഈ കഞ്ചാവ് വലിക്കുന്നത്? ദൈവം തമ്പുരാന്റെ കഥ പറഞ്ഞ് ബാക്കിയുള്ളവരെ മുഴുവൻ കീഴടക്കി അടിമകളാക്കുന്നതിനേക്കാളും വലിയ അപകടകരമായ ഒന്നും തന്നെ ഇല്ല. അത് കഞ്ചാവ് വലിച്ച് അവർ രക്ഷപ്പെടട്ടെ, അത്രയും അങ്ങനെ പറയാൻ ഒക്കത്തുള്ളൂ അതിന്, ആ പറയുന്നതിന്. അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഈ കാര്യങ്ങൾ എന്താണ് നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ബ്രെയിനിന് ഇത് ദ്രോഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം, ഈ നിലവാരത്തിൽ നിയന്ത്രിതമായി എന്ത് ചെയ്യണം എന്ന് ശാസ്ത്രീയമായി പഠിക്കുകയെ മാത്രമാണ് ചെയ്യേണ്ടത്. നിയന്ത്രിതമായി ഉപയോഗിക്കണം. വേണോ വേണ്ട എന്നുള്ളത് വ്യക്തിഗതമായ ആൾക്കാർക്ക് വിടാവുന്നതാണ്. അത് വിവാഹം കഴിക്കണമെന്ന് പറയുന്നതും ലൈംഗികബന്ധം ഏർപ്പെടണമെന്നും ഒക്കെ ആൾക്കാരുടെ വ്യക്തിഗതമായ ചോയ്സായി വിടുന്നത് പോലെ ഏത് ഭക്ഷണം ഇഷ്ടത്തോടെ കഴിക്കണോ വേണ്ട എന്നുള്ള കാര്യം ചോയ്സോടെ കൊടുക്കുക എന്ന് പറയുന്നത് അതിനെപ്പറ്റിയുള്ള ശാസ്ത്രീയമായ അറിവ് കൊടുത്തിട്ട്, അല്ലാതെ നിരോധനത്തിന്റെ ചെയ്യരുത് ശരി തെറ്റ് ഈ പറയുന്ന ന്യായങ്ങൾ പറഞ്ഞിട്ടല്ല. എന്താണിത് എന്ന് പഠിപ്പിക്കുന്നത് വഴിയാണ് മനുഷ്യരെ യഥാർത്ഥ നിയന്ത്രണം, സ്വയം നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്ന പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നത് വഴിയാണ് ഇതിനും മറുപടിയുള്ളത്. അല്ലാതെ യുവമാരുടെ ആത്മീയത പഠിപ്പിക്കുന്ന വഴിയല്ല. ദൈവത്തിന് കീഴടങ്ങാനും രാവിലെ തൊട്ട് നെറ്റിയിട്ട് തലയിലിട്ട് തഴമ്പ് ഉണ്ടാക്കി നടക്കുക എന്ന് പറയുന്നത് അടിമ ലക്ഷണം മാത്രമാണ്. അടിമകളെ ഉത്പാദിപ്പിക്കുന്നതിനേക്കാളും വലുതല്ല ഒരു കഞ്ചാവ്.